വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ അധ്യായം 35. ദൈവം നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുമെന്നും നിയമങ്ങളും കൽപ്പനകളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും വിവരിക്കുന്നു. അധ്യായം 36 ഇസ്രായേലിന്റെ രക്ഷയ്ക്കും ദൈവകരുണയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്റെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും. പ്രഭാഷകൻ 36 അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. പ്രഭാഷകൻ അധ്യായം 37 നല്ല ഉപദേശം തേടുക, ജ്ഞാനമുള്ളവരോട് ചേർന്ന് ജീവിക്കുക എന്ന് നമ്മോട് ഉപദേശിക്കുന്നു. സ്ത്രീയോട് അവളുടെ വിരോധിയെപ്പറ്റിയോ, ഭീരുവിനോട് യുദ്ധത്തെപ്പറ്റിയോ, വ്യാപാരിയോട് വിലയെപ്പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെപ്പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെപ്പറ്റിയോ, ക്രൂരനോട് കരുണയെപ്പറ്റിയോ, അലസനോട് അധ്വാനത്തെപ്പറ്റിയോ, 1 വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെപ്പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിനിണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. പ്രഭാഷകൻ 37 അധ്യായം 11-12 തിരുവചനങ്ങൾ. അധ്യായം 38 വൈദ്യശാസ്ത്രം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും രോഗികൾക്കായി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഉപദേശിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.